OTT-ൽ ഒരു മൂവി വന്നാൽ അതൊന്നും ഇരുന്ന് കാണാനായിട്ട് തോന്നാറില്ല. കാരണം 3 മണിക്കൂറൊക്കെ നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കി കളയുന്നു എന്ന് പറഞ്ഞൊരു തോന്നലാണ്. ഇതെനിക്ക് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വീഡിയോന്റെ താഴെ വന്ന കമന്റ് ആട്ടോ. ഈ സെയിം ഫീലിംഗ് എനിക്കും ഉണ്ടാകാറുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ഭയങ്കരமான ഒരു ഗിൽറ്റാണ് അത്, പ്രത്യേകിച്ചും ലേഡീസിനാണ്. ജെൻസിന് അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതായിട്ട് ഞാൻ ഇതുവരെ റിയലൈസ് ചെയ്തിട്ടില്ല, ഉണ്ടോ എന്തോ അറിയില്ല. പക്ഷെ കൂടുതലും ലേഡീസിന് പ്രത്യേകിച്ചും എന്താണ്, ഒരു അമ്മയായി കഴിഞ്ഞാൽ ഈ വൃത്തികെട്ട ഗിൽറ്റ് കുറച്ച് ഓവറാണ്. നമ്മൾ അതുവരെ നമ്മൾ വളരെ കൂളായിട്ട് നടന്ന് ഒരു കെയർ ഫ്രീ ആയിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അമ്മയായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സകലമാന ജീവിതവും മക്കൾക്ക് വേണ്ടിയിട്ട് എന്നുള്ളൊരു രീതിയാണ്. അപ്പോൾ എനിക്കൊക്കെ ഓർമ്മയുണ്ട്, കുഞ്ഞിലെ ഈ പിള്ളേർ കുഞ്ഞായിരുന്ന സമയത്ത് ഇവര് ഒന്ന് നേരെ ചൊവ്വേ ഫുഡ് കഴിച്ചിട്ട് വേണം എനിക്കൊന്ന് കഴിക്കാൻ എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഇവരിട്ട് കഴിക്കത്തുമില്ല. നമുക്കാണ് വിശന്ന് പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യം വന്നിട്ട് വയ്യ. അവസാനം ഞാൻ ആ രീതി അങ്ങ് മാറ്റി. അതായത് ആദ്യം ഞാൻ എൻ്റെ വയറും കൊണ്ട് നിറയ്ക്കും. ഞാൻ സമാധാനമായിട്ട് നിന്നാലാണല്ലോ ഇവരുടെ പുറകെ ഓടി നമുക്ക് ഇത് ഫുഡ് മര്യാദയ്ക്ക് കഴിപ്പിക്കാൻ പറ്റുന്നത്. അത് ഞാൻ ഒരു ഇൻസിഡന്റ് പറഞ്ഞാണ്. അപ്പം ഈ ഒരു ഗിൽറ്റ് കാരണം എന്താന്ന് വെച്ചാൽ, നമുക്കിപ്പോ ഒറ്റയ്ക്ക് ഒന്ന് പുറത്ത് പോകാനാ, അല്ലെങ്കിൽ ഇപ്പൊ ഒന്നും വേണ്ട, നമ്മള് ഒരു പാക്കറ്റ് ചോക്ലേറ്റ്, ഡയബറ്റീസ് ഒക്കെ അവിടെ നിൽക്കട്ടെ, ഒരു പാക്കറ്റ് ചോക്ലേറ്റ് നിങ്ങൾ ഒറ്റയ്ക്ക് കഴിക്കാറുണ്ടോ? അല്ലെങ്കിൽ ഏറ്റവും അവസാനം വന്നേക്കുന്ന 2 മുട്ടായി നമ്മുടെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നത് നിങ്ങളെടുത്തും കഴിക്കുവോ? ഇല്ല. നിങ്ങൾ മക്കൾക്ക് വേണ്ടി വെക്കും. ഈവൻ ദോ അവർ പുറത്തുനിന്നൊക്കെ കഴിക്കുന്നുണ്ടല്ലേ, അവർക്ക് അവരുടേതായ ഷെയർ എല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിലും ഇവിടെ ഇരിക്കുന്നത് നമുക്ക് കഴിക്കാൻ ഒരു ഗിൽറ്റാ, അതും കൊച്ചുങ്ങൾക്ക് എന്ന് പറഞ്ഞൊരു തോന്നലില്ലേ? ആ ഗിൽറ്റിനെയായി പറയുന്നേ മോം ഗിൽറ്റ്. ശരിക്കും അതിന്റെ ആവശ്യമുണ്ടോ? അത് സത്യം പറഞ്ഞാൽ ഒരു കണ്ടീഷനിങ്ങിന്റെ ഭാഗമാണ്. ഈ ഒരു കണ്ടീഷനിങ് അച്ഛന്മാർക്കില്ല. അച്ഛന്മാർക്ക് അങ്ങനെ യാതൊരു ഗിൽറ്റും ഇല്ല. അതെന്താ? അതാണ് ഇന്നത്തെ ബ്ലാബ്ല.